അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ താരീഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഒന്നാമത്തെ ചോദ്യം, ഹവാരിയു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹവാരി എന്ന് പറഞ്ഞാൽ വിശ്വസ്ത സഹചാരി. അത് ആ ബ്രാക്കറ്റിൽ കൊടുത്തതിൽ ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ബ്രാക്കറ്റിലുള്ളതൊന്ന് വായിച്ചു നോക്കാം. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, അബു ഉബൈദ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ആമുൽ ജമാ. ഒന്നാമത്തെ ചോദ്യം ഹവാരിയു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമത്തെ ചോദ്യം ബനു തൈം കുടുംബം. ബനു തൈം കുടുംബത്തിൽപ്പെട്ട ആരോ ഒരാൾ ആ ബ്രാക്കറ്റിലുണ്ട്. അതാരാണ്? ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തത് അമീനു ഹാദിഹിൽ ഉമ്മ. അതാരാണ്? അബു ഉബൈദ റളിയല്ലാഹു അൻഹു. നാലാമത്തത് ഹിജ്റ 3-ാം വർഷം മദീനയിൽ ജനിച്ചു, ഹസൻ റളിയല്ലാഹു അൻഹു. അഞ്ചാമത്തേത് ഹിജ്റ വർഷം 40, ആമുൽ ജമാ. ആമുൽ ജമാ എന്നുള്ളത് ഹിജ്റ വർഷം 40 ആണ്. ഇനി ആറാമത്തത് ബനു ഹാഷിം കുടുംബം, അത് അലി റളിയല്ലാഹു അൻഹു ആണ്. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം, പൂർത്തിയാക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതൊന്നും പൂർത്തീകരിച്ചിട്ടല്ല എഴുതിയത്. നമ്മൾ എന്ത് ചെയ്യണം? പൂർത്തീകരിച്ചെഴുതണം. ഒന്നാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ആത്തിക്കയുടെ സഹോദരൻ കൂടിയാണ്. അതാരാണ്? സഈദ് റളിയല്ലാഹു അൻഹു. സഈദ് റളിയല്ലാഹു അൻഹു ആണ് ഉമർ റളിയല്ലാഹുവിൻ്റെ ഭാര്യ ആത്തിക്കയുടെ സഹോദരൻ. ഇനി രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ ശാരീരിക സാമ്യം ഉള്ള ആളായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ അവിടെ ഹസൻ റളിയല്ലാഹു അൻഹു എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത് കർബല യുദ്ധം നടന്ന ഹിജ്റ വർഷം. കർബല യുദ്ധം നടന്ന ഹിജ്റ വർഷം, അത് ഹിജ്റ 61 ആണ്. അപ്പോൾ അവിടെ ഹിജ്റ 61 എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത് ഹുസൈൻ റളിയല്ലാഹു അൻഹു വലിയ ധൈര്യശാലിയും ദാനശീലനുമായിരുന്നു. അപ്പോൾ അവിടെ ദാനശീലനുമായിരുന്നു എന്നുള്ളതാണ് ചേർക്കാനുള്ളത്. അഞ്ചാമത്തത് ഇസ്ലാമിലേക്ക് 3-ാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു എന്ന് എഴുതി കൊടുക്കുക. ആറാമത്തത് ബനു അസദ് കുടുംബാംഗമായ സുബൈർ റളിയല്ലാഹു അൻഹു 15-ാം വയസ്സിലായിരുന്നു ഇസ്ലാം സ്വീകരിച്ചത്. ഇപ്പോൾ ബനു അസദ് കുടുംബാംഗമായ സുബൈർ റളിയല്ലാഹു അൻഹു 15-ാം വയസ്സിലായിരുന്നു ഇസ്ലാം സ്വീകരിച്ചത്. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചത് എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ ഭാഗമാണ് ഉത്തരം എഴുതാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും ശരിയായിട്ടുള്ള ഉത്തരം എഴുതുക. ചോദ്യം 1, മുഹാജിറുകൾക്ക് മദീനയിൽ ആദ്യമായി ജനിച്ച കുട്ടി ആര്? മുഹാജിറുകൾക്ക് മദീനയിൽ ആദ്യമായി ജനിച്ച കുട്ടി അതാരാണ്? അബ്ദുള്ള എന്ന കുട്ടിയാണ്. അപ്പോൾ അവിടെ അബ്ദുള്ള എന്ന് എഴുതി ചേർക്കുക. രണ്ടാമത്തെ ചോദ്യം, ത്വൽഹ റളിയല്ലാഹു അൻഹു ആരിലൂടെയാണ് ഇസ്ലാമിൽ എത്തിയത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലൂടെയാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ എത്തിയത്. മൂന്നാമത്തെ ചോദ്യം, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്തായത് എവിടെയാണ്? അതിൻ്റെ ഉത്തരം ജോർഡാനിലെ പൈസാനിൽ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്തായത് ജോർഡാനിലെ പൈസാനിലായിരുന്നു. ഇനി നാലാമത്തെ ചോദ്യം, ഉബൈദുർ റഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിന് നൽകിയ സംഭാവന എത്രയായിരുന്നു? 200
ഊഖിയ സ്വർണം. അപ്പോൾ 200 ഊഖിയ സ്വർണമാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിന് നൽകിയ സംഭാവന. 8000 ദിർഹം. അഞ്ചാമത്തത്, കർബല ഏത് നദിയുടെ കരയിലാണ്? കർബല ഏത് നദിയുടെ കരയിലാണ്? യൂഫ്രട്ടീസ് നദിയുടെ കരയിൽ. അപ്പോൾ യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല. ആറാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പാറയിലേക്ക് കയറുവാൻ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പാറയിലേക്ക് കയറുവാൻ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇരുന്നു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്ത്? ഔജബ ത്വൽഹ, ത്വൽഹ സ്വർഗം ഉറപ്പായി. അപ്പോൾ ത്വൽഹ സ്വർഗം ഉറപ്പാക്കി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു സംഭവമാണ് ഏത്? ഒരു സാഹചര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഉയരമുള്ള പാറയിലേക്ക് കയറാൻ വേണ്ടി ത്വൽഹ റളിയല്ലാഹു അൻഹു ഇരുന്നു കൊടുത്തപ്പോൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ് ഏത്? ഔജബ ത്വൽഹ, ത്വൽഹക്ക് സ്വർഗം ഉറപ്പാക്കി. ഇനി അടുത്ത 4ാമത്തെ ഭാഗം കള്ളികൾ പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ 4 നാമങ്ങളും അവർ മരണപ്പെട്ട ഹിജ്റ വർഷവും അവരുടെ വയസ്സും പിന്നെ ഖബറും അതാണ് അവിടെ കൊടുത്തത്. ഒന്നാമത്തത് സുബൈർ റളിയല്ലാഹു അൻഹു. സുബൈർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ഹിജ്റ വർഷം ഹിജ്റ 36 വയസ്സ് 64 ഖബർ ബസ്വറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം പേര് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. മരണപ്പെട്ട ഹിജ്റ വർഷം, വയസ്സ്, ഖബർ ഇതെല്ലാം കൊടുത്ത് നമ്മൾ ആ കള്ളി എന്താക്കണം? പൂർത്തിയാക്കണം. രണ്ടാമത്തത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹു മരണം ഹിജ്റ 23 വയസ്സ് 63 ഹുജ്റത്തുൽ ഷരീഫയിലാണ് ഖബർ സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ അലി റളിയല്ലാഹു അൻഹു ഹിജ്റ 40 വർഷമാണ് വഫാത്തായത്. 63 വയസ്സായിരുന്നു. കൂഫയിലാണ് ഖബർ. നാലാമത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 35 വഫാത്താകുന്നത്. വയസ്സ് 83 ജന്നത്തുൽ ബക്കിയയിലാണ് ഖബർ സ്ഥിതി ചെയ്യുന്നത്. ഇനി അവസാനത്തെ 5ാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരാളെ ഇപ്പോൾ ഈ വാതിലിലൂടെ കടന്നു വരും. അപ്പോൾ ആ വഴി സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അപ്പോൾ ഒരാൾ ഇപ്പോൾ ഈ വാതിലിലൂടെ എന്നും സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു എന്നും ആണ് ഒന്നാമത്തെ പൂരിപ്പിക്കാനുള്ളത്. ഇനി രണ്ടാമത്തത്, 10 സ്വഹാബികളെ പറ്റി അവർ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവർ അശ്റത്തുൽ മുബശ്ശറ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അവിടെ രണ്ടാമത്തെ ചോദ്യത്തിൽ ഒന്നാമതായിട്ട് എഴുതാനുള്ളത് അവർ സ്വർഗത്തിലാണ് എന്നുള്ളതും രണ്ടാമത്തെ പൂരിപ്പിക്കാനുള്ളത് അശ്റത്തുൽ മുബശ്ശറ എന്നുമാണ്. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.